لساني يفقهوا قولي سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. ആദരണീയരായ അധ്യക്ഷൻ അവർകളെ, ഈ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ള നമുക്കേവർക്കും പ്രിയങ്കരനായ സയ്യിദ് BSK തങ്ങൾ, ഈ ക്യാമ്പിന്റെ ബഹുമാന്യനായ അമീർ അബ്ദുസ്സമദ് ഫൈസി, ഈ സദസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ ആദരിക്കുന്ന നമ്മുടെ മഹല്ലിനും മദ്രസക്കും ഈ നാട്ടിൽ പൊതുവായി ദീനീ സേവന രംഗത്ത് പതിറ്റാണ്ടുകളോളം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാന്യരായ മഹല്ലിലെ പൗരപ്രമുഖരെ, ഈ നാടിന്റെ ഒരു അനുഗ്രഹമായി പരിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കി ഇവിടെ എത്തിയിട്ടുള്ള പ്രിയപ്പെട്ട സഹോദരൻ, നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, നമ്മുടെ എല്ലാം സഹപ്രവർത്തകൻ കൂടിയായിട്ടുള്ള പ്രിയപ്പെട്ട KP സഈദ് ഉൾപ്പെടെയുള്ള സംഘടനയുടെ ഭാരവാഹികളെ, രക്ഷിതാക്കളെ, യുവജന വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് പരിശുദ്ധമായ ദീനിനെക്കുറിച്ച് സംസാരിക്കുന്ന, കേൾക്കുന്ന, ചിന്തിക്കുന്ന നല്ലൊരു മജ്ലിസിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. വളരെ പണ്ഡിതോചിതമായി ഒന്ന് രണ്ട് ക്ലാസുകൾ ഇവിടെ നടക്കാനിരിക്കുകയാണ്. സംഘടന സംബന്ധമായി ചില കാര്യങ്ങൾ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്നോട് നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത്. ദീർഘമായ ഒരു സംസാരത്തിനുള്ള പ്രയാസമുള്ളതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് വിഷയങ്ങളിലേക്ക് മാത്രം നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. മഹത്തായ സമസ്ത കേരള ജമിയത്തുൽ ഉലമ, കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിന് എന്ത് സംഭാവന അർപ്പിച്ചു എന്ന ചോദ്യം നമ്മുടെ സമൂഹത്തിൽ സാധാരണ ഉന്നയിക്കുന്ന ഒരു കാര്യമാണ്. 90 വർഷക്കാലമായി ഒട്ടേറെ പണ്ഡിതന്മാർ ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തു. ഇന്നും കേരളത്തിൽ തലയെടുപ്പുള്ള വളരെ പ്രമുഖരായ പണ്ഡിതന്മാർ ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നു. ആയിരക്കണക്കിന് മദ്രസകളുടെ, പള്ളികളുടെ, ദർസുകളുടെ, അറബിക് കോളേജുകളുടെ ഉൾപ്പെടെയുള്ള ഒരുപാട് സ്ഥാപനങ്ങളും സംവിധാനങ്ങളും ദീനീ സേവനത്തിനു വേണ്ടി ഇവിടെ പണികഴിപ്പിക്കപ്പെട്ടു. അതിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നു. ഒരുപാട് പ്രദേശങ്ങൾ, ഒരുപാട് ദീനിന്റെ ഖാദിമീങ്ങളായി ഒട്ടേറെ ആളുകൾ അതിന്റെ പേരിൽ, അതിന്റെ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ കേരളത്തിലെ ഇന്നത്തെ ഒരു പുതിയ ചുറ്റുപാട്, ഒട്ടേറെ മതസംഘടനകൾ നമ്മുടെ നാട്ടിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ മതസംഘടനക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ അവകാശപ്പെടുന്നതും ഞങ്ങൾ പറയുന്നതാണ്, ഞങ്ങൾ പ്രതിനിധീകരിക്കുന്നതാണ്, ഞങ്ങൾ പ്രചരിപ്പിക്കുന്നതാണ് യഥാർത്ഥ ദീനെന്നാണ്. ഓരോരുത്തരും അങ്ങനെ സ്വന്തം അവകാശവാദങ്ങൾ ഉന്നയിച്ചാണ് മുന്നോട്ട് പോകുന്നത്. ഇവിടെ ഒരു സാധാരണ ബുദ്ധി കൊണ്ട് ആർക്കും ചിന്തിച്ചാൽ അറിയാവുന്ന, തിരിച്ചറിയാവുന്ന ഒരു സത്യത്തിന്റെ വഴി എന്ന് പറയുന്നത് നമ്മളൊക്കെ സാധാരണ
കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ പ്രവാചകത്വ ലബ്ധിക്ക് ശേഷമുള്ള 23 വർഷക്കാലത്തെ ദീനീ പ്രബോധനത്തിന് പരിസമാപ്തി കുറിച്ചുകൊണ്ട് ഹജ്ജത്തുൽ വിദാഇലെ ചരിത്രപ്രസിദ്ധമായ പ്രഭാഷണത്തിൽ 1,00,000-ഓളം സ്വഹാബത്ത് അവിടെ ഒരുമിച്ചുകൂടി എന്നാണ് ചരിത്രം. അവിടെ വെച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് കൽപ്പിക്കുന്ന കാര്യം, ഇവിടെ ഹാജറുള്ള ആളുകൾ ഈ വിശുദ്ധമായ ദീൻ ഇവിടെ പൂർത്തീകരിച്ചിരിക്കുന്നു, ഈ സത്യസന്ദേശം ഇവിടെ ഹാജറുള്ള ആളുകൾ ഇതിന് സാക്ഷിയാവാത്ത മറ്റു പ്രദേശങ്ങളിലേക്ക്, മറ്റു ജനങ്ങളിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. വളരെ കുറഞ്ഞ ആളുകൾ മാത്രമാണ് അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ നിന്നത്. ബാക്കിയുള്ള മഹാഭൂരിപക്ഷം ആളുകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ദീനിന്റെ ദഅവത്ത് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് യാത്ര പുറപ്പെടുകയാണ്. ജീവിതത്തിലെ ഭൗതികമായ സകലമാന സൗഭാഗ്യങ്ങളും മാറ്റിവെച്ച് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു കൽപ്പന ഏറ്റെടുത്തുകൊണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ആ ദഅവത്തിനു വേണ്ടി പുറപ്പെടുകയാണ്. നമ്മൾ ആലോചിക്കേണ്ടത്, ഇനി എന്ന് തിരിച്ചുവരും, ഇനി തിരിച്ചുവരുമോ എന്ന് പോലും ഉറപ്പില്ലാതെ ഈ പ്രബോധന ദൗത്യവുമായി ചെന്നെത്തുന്ന സ്ഥലങ്ങളിൽ തങ്ങളുടെ സുരക്ഷിതത്വം ആരും ഏറ്റെടുക്കുന്നില്ല. അവിടുത്തെ ജനങ്ങൾ എങ്ങനെ പെരുമാറും, അവിടുത്തെ ഭരണാധികാരികളുടെ സമീപനം എന്തായിരിക്കും, അവിടെ തങ്ങൾ നിർവഹിക്കുന്ന പ്രബോധന രീതിയോട് അവിടുത്തെ ആളുകൾ എങ്ങനെയാണ് അതിനെ സമീപിക്കുക എന്നതിനെക്കുറിച്ചൊന്നും യാതൊരു ധാരണയുമില്ലാതെ ഇത് ഞങ്ങളുടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏൽപ്പിച്ചിട്ടുള്ള ഒരു മഹനീയമായ ദൗത്യമാണ്. അത് ആ ദൗത്യം നിർവഹിക്കുന്നതിനു വേണ്ടി അവർ ഇറങ്ങിപ്പുറപ്പെടുന്ന ഒരു വലിയ ചരിത്ര മുഹൂർത്തമാണ് അന്ന് സംഭവിക്കുന്നത്. നമ്മൾ ആലോചിക്കേണ്ടത്, ഈ ദീൻ ഇവിടെ പൂർത്തീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ആ സ്വഹാബത്തിനെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പ്രബോധനത്തിനു വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞയക്കുമ്പോൾ അവരുടെ കയ്യിൽ ഒന്നും ഏൽപ്പിക്കുന്നില്ല. അവിടെ 1,00,000-ഓളം സഹാബത്തുണ്ട്. അവിടെ 1,00,000-ഓളം പരിശുദ്ധ ഖുർആന്റെ കോപ്പികൾ അച്ചടിച്ചു വെച്ച് അതിൽ ഓരോ കോപ്പി ഓരോരുത്തരുടെ കയ്യിൽ എടുത്തു കൊടുത്തുകൊണ്ടതാ ഇതും കൊണ്ട് പോയി അവിടെ വെച്ച് വായിച്ചർത്ഥം വെച്ചു കൊടുത്തോ എന്നല്ല പറയുന്നത്. അങ്ങനെ ഒന്നും കൊടുത്തിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഗുരുമുഖത്ത് നിന്ന് എന്താണ് പരിശുദ്ധ ദീനെന്ന് സ്വയം അനുഭവിച്ചു പഠിച്ച ആ ദീനിനെയാണ് അവർ മറ്റു പ്രദേശങ്ങളിൽ പോയിട്ട് പ്രബോധനം ചെയ്യുന്നത്. അവരെന്താണ് ചെയ്യുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് അവര് അനുഭവിച്ച് പഠിച്ച ദീനനുസരിച്ചുകൊണ്ട് മറ്റുള്ള പ്രദേശങ്ങളിൽ പോയിട്ട് വലിയ വലിയ പ്രഭാഷണം നടത്താനല്ല, വലിയ വലിയ പ്രഭാഷണം നടത്താനല്ല, അവിടെയൊക്കെ ഓരോ പുസ്തകങ്ങളോ മറ്റോ വിതരണം ചെയ്യാനല്ല.
അപ്പൊ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ദീനീ പ്രബോധനത്തിനു വേണ്ടി പുറപ്പെട്ട സ്വഹാബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് അനുഭവിച്ചു പഠിച്ച ദീനിനെ അതുപോലെ മറ്റുള്ളവർക്കിടയിൽ ജീവിച്ച് കാണിച്ചു കൊടുത്തുകൊണ്ടാണ് അവരുടെ പ്രബോധന പ്രവർത്തനങ്ങൾ അവിടെ നിർവഹിക്കപ്പെട്ടത്. ആ പാരമ്പര്യത്തിലൂടെയാണ് എന്താണ് പരിശുദ്ധമായ ഇസ്ലാം എന്ന സ്വയം ജീവിച്ച് കാണിച്ചു കൊടുത്തുകൊണ്ട് മഹിതമായ ഒരു ദീനീ ദഅവത്തിന് നേതൃത്വം കൊടുത്ത ആ സ്വഹാബത്തിന്റെ പിന്മുറക്കാരാണ്, അല്ലെങ്കിൽ ആ സ്വഹാബത്ത് ഉൾപ്പെടെയുള്ള ആളുകളാണ് നമ്മുടെ നാട്ടിലും ദീനീ പ്രബോധനത്തിന് നേതൃത്വം കൊടുത്തത്. മഹാരഥന്മാരായ സ്വഹാബത്തിന്റെ സാന്നിധ്യം കൊണ്ട്, അവരുടെ പ്രബോധനം കൊണ്ട് അനുഗ്രഹീതമായ നാടുകളിൽ ഒന്നാണ് നമ്മുടെ കേരളം പോലും. കേരളത്തിൽ ഇസ്ലാമിക പ്രബോധനം ദൗത്യം നിർവഹിക്കപ്പെട്ട 3 വിഭാഗങ്ങളെ ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ഒന്ന്, ആദരണീയരായ സാദാത്തുക്കൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബ പരമ്പരയിൽപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കപ്പൽ പോലെയാണ് അവരുടെ സാന്നിധ്യമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശേഷിപ്പിച്ച അഹ്ലു ബൈത്തിൽപ്പെട്ട ആ മഹിതമായ ആ പാരമ്പര്യം, അതിന്നും ആ ഒരു നേതൃത്വം നമുക്ക് അനുഗ്രഹീതമായി നിലനിൽക്കുന്നു. യമനിലെ തരീമിലൂടെയാണ് ബുഖാറ വഴി കടന്നുവന്ന കബീലയല്ലാത്ത ബാക്കി 29ഓളം കബീലകളിലൂടെയുള്ള സയ്യിദന്മാരുടെ പാരമ്പര്യം നമ്മുടെ നാട്ടിലേക്ക് ദീനീ പ്രബോധനത്തിനു വേണ്ടി കടന്നു വന്നത്. അവരെല്ലാം ഇവിടെ കടന്നു വന്നത് ദീനീ ദഅവത്ത് മാത്രം ലക്ഷ്യമിച്ചുകൊണ്ടാണ്. അതേപോലെ മറ്റൊരു വിഭാഗമായിരുന്നു ആദരണീയരായ സൂഫി വര്യന്മാർ. തസവുഫിന്റെ വഴികളിലൂടെ, ആത്മസംസ്കരണത്തിന്റെ വലിയ വലിയ ആത്മീയമായ ചൈതന്യങ്ങളിലൂടെ, വിശ്വാസികൾക്കിടയിലുള്ള സംസ്കരണ പ്രവർത്തനങ്ങളിലൂടെ ദീനിയായ ചൈതന്യം വളർത്തിക്കൊണ്ടുവന്ന ആദരണീയരായ സൂഫി വര്യന്മാർ, വിവിധ തുരീഖത്തിന്റെ മശായിഖന്മാർ, അവരുടെ ആത്മീയമായ സരണി സ്വീകരിച്ച് കടന്നുവന്ന ഒരുപാട് ആളുകൾ, അത്തരത്തിലുള്ള ആത്മീയമായ വലിയൊരു പാരമ്പര്യമുള്ള നാടാണ് ഇന്ത്യ രാജ്യം, കേരളം ഉൾപ്പെടെയുള്ള നാട്. മൂന്നാമത്തെ വിഭാഗം ഉഖ്റവിയായ പണ്ഡിതന്മാർ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിനെ പഠിക്കാനും പഠിപ്പിക്കാനും അതനുസരിച്ചുകൊണ്ട് ദർസ് നടത്തിക്കൊണ്ട് യോഗ്യരായ തഖ്വയുള്ള സൂക്ഷ്മശാലികളായ പണ്ഡിതന്മാരായി ജീവിക്കാനും അത്തരമൊരു പണ്ഡിത നിരയെ വളർത്തിയെടുക്കാനും വേണ്ടി കഠിനാധ്വാനം ചെയ്ത ഉഖ്റവിയായ പണ്ഡിതന്മാർ. ഈ സയ്യിദന്മാരുടെയും സൂഫി വര്യന്മാരുടെയും ഉഖ്റവിയായ പണ്ഡിതന്മാരുടെയും ഈ 3 വിഭാഗം കേരളീയ മുസ്ലിം സമൂഹത്തിനിടയിൽ നിർവഹിച്ച ദീനീ ദഅവത്തിന്റെ മാർഗമാണ് യഥാർത്ഥമായ അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ മാർഗമായി ഇന്നും നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നത്. ഞാൻ മറ്റു സംഘടനകളെയൊന്നും ഒരു വിശകലനത്തിന് മുതിരുന്നില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ സാദാത്തുക്കളുടെ പാരമ്പര്യം, ആ പാരമ്പര്യം പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് കൃത്യമായി കാണാം അതിനോട് വ്യത്യസ്ത സമീപനങ്ങൾ പുലർത്തുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ഒരു കൂട്ടർ പറയുന്നു അങ്ങനെ സയ്യിദന്മാരുടെ ഒരു വംശമൊന്നും ഈ കാലത്തില്ല, അതൊക്കെ അന്ന് കർബലയുടെ തന്നെ മുറിഞ്ഞു പോയിട്ടുണ്ട്, ഇന്ന് തങ്ങന്മാരൊന്നുമില്ല. ആ സയ്യിദ് വിഭാഗത്തിന്റെ, സയ്യിദ് വംശത്തിന്റെ പ്രാധാന്യം പോലും, അങ്ങനെ വിഭാഗം തന്നെ ഇന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ എല്ലാ അർത്ഥത്തിലും ഇകഴ്ത്തിക്കളയുന്ന ഒരു പ്രവണത നമ്മുടെ നാട്ടിലുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിടവാങ്ങൽ പ്രഭാഷണത്തിൽ തന്നെ പ്രവാചകൻ അവിടെ കൂടിയ സ്വഹാബത്തിനോട് പറഞ്ഞ കാര്യം, ഞാൻ 2 കാര്യം നിങ്ങൾ ഏൽപ്പിച്ചു കൊണ്ടുപോകുന്നു എന്നാണ്. ഒന്ന് വിശുദ്ധ ഖുർആൻ, 2 എന്റെ കുടുംബ പരമ്പര. അത് ഈ സമുദായത്തെ ഏൽപ്പിച്ചു പോയതാണ്. ആ കുടുംബ പരമ്പരയെക്കുറിച്ചാണ് നിങ്ങളുടെ എല്ലാ പ്രതിസന്ധികളിലും നിങ്ങളുടെ അത്താണിയായി, നിങ്ങൾക്ക് തണലായി നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കപ്പൽ പോലെയാണ് എന്റെ കുടുംബ പരമ്പര എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ചത്. ആ സയ്യിദന്മാർ അങ്ങനെ വിഭാഗം തന്നെ ഇന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ഇകഴ്ത്തി കാണിക്കുന്ന അത്തരമൊരു വിഭാഗത്തെ പൂർണ്ണമായി തിരസ്കരിക്കുന്നൊരു വിഭാഗം നമ്മുടെ നാട്ടിലുണ്ട്. വേറൊരു വിഭാഗം
അത്തരം സയ്യിദന്മാരെ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു എന്ന് പറയുകയും എന്നാൽ മുസ്ലിം സമുദായത്തിനിടയിൽ വലിയ അംഗീകാരവും സ്വീകാര്യതയുമുള്ള സയ്യിദന്മാരെ, അവരുടെ വാക്കുകളെ, അവരുടെ ആഹ്വാനങ്ങളെ, അവരുടെ തീരുമാനങ്ങളെ തള്ളിക്കളയാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളും നമ്മുടെ നാട്ടിലുണ്ട്. ഞങ്ങൾ തങ്ങന്മാരെ ബഹുമാനിക്കുന്നവരാന്ന് പറയും, ഞങ്ങൾ തങ്ങന്മാരെ ആദരിക്കുന്നവരാന്ന് പറയും. പക്ഷേ മുസ്ലിം സമുദായത്തിൽ സ്വീകാര്യരായിട്ടുള്ള അത്തരം സാദാത്തുക്കളെ ഇകഴ്ത്തിക്കാണിക്കാനും മോശക്കാരാക്കാനും അവരുടെ നേതൃത്വത്തെ തിരസ്കരിക്കാനും ധിഖരിക്കാനും രംഗത്ത് വരുന്ന വിഭാഗം, ആ രണ്ട് വിഭാഗത്തിലും പെടാത്തവരാണ് നമ്മൾ ആദരണീയരായ ആ സയ്യിദന്മാരുടെ പാരമ്പര്യത്തെ ഉൾക്കൊള്ളുന്നവരും അംഗീകരിക്കുന്നവരും ബഹുമാനിക്കുന്നവരുമാണ്. രണ്ടാമത്തെ വിഭാഗം ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആദരണീയരായ സൂഫി വര്യന്മാർ വിവിധങ്ങളായ ആധികാരികമായ ത്വരീക്കത്തുകളെ മുറുകെ പിടിച്ചുകൊണ്ട് ആ തസൗഫിന്റെ വഴികളിലൂടെ സൂക്ഷ്മശാലികളായി ഈ ദുനിയാവിന്റെ ഈ സമയങ്ങളും പളപളപ്പും ആസ്വാദനങ്ങൾക്കൊന്നും പ്രാധാന്യം കൊടുക്കാതെ ഇലാഹിയായ ചിന്തകളോടുകൂടി ജീവിക്കുന്ന വലിയ ഒരു പറ്റം അത്തരത്തിലുള്ള ആത്മീയമായ സരണികൾ നമുക്ക് മുമ്പിൽ വെട്ടിത്തെളിച്ച മഹാരഥന്മാരായ ആളുകൾ. അത്തരം ആളുകളോട് വ്യത്യസ്ത സമീപനങ്ങൾ പുലർത്തുന്ന ആളുകൾ നമ്മുടെ നാടുകളിലുണ്ട്. ഒരു കൂട്ടർ പറയുന്നു അത്തരത്തിലുള്ള തസൗഫും സൂഫിസും ഒന്നും ഇസ്ലാമിൽപ്പെട്ടതല്ല. മാതാമൃതാനന്ദമയുണ്ട്, സത്യസായി ബാബയുണ്ട്, ശ്രീ ശ്രീ രവിശങ്കറുണ്ട്, അതേപോലെ ഒരു ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി എന്നല്ലാതെ അതിനൊന്നും വലിയ പ്രാധാന്യവുമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഞങ്ങൾ ഖുർആാനിന്റെയും സുന്നത്തിന്റെയും ആളുകളാണെന്ന് അവകാശപ്പെടുന്ന ആളുകൾ അതേപോലെ അപകടകരമായ ധിക്കാരത്തിന്റെ പരാമർശങ്ങൾ നടത്തുന്ന പ്രചരണങ്ങൾ നടത്തുന്ന ആളുകളുണ്ട്. അതേപോലെ ഞങ്ങൾ ത്വരീക്കത്തുകൾ അംഗീകരിക്കുന്നു, ബഹുമാനിക്കുന്നു, ഉൾക്കൊള്ളുന്നു എന്ന് പറയുകയും വ്യാപകമായി സകലമാന കള്ളത്വരീക്കത്തുകളെയും സ്പോൺസർ ചെയ്യുന്ന അത് മുഖേന വലിയ വലിയ ചൂഷണങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുകളും നമ്മുടെ നാടുകളിലുണ്ട്. ഇത് രണ്ടുമല്ലാത്ത ത്വരീക്കത്തുകൾ കടന്നു വരുമ്പോ അതിനെ നേരും നെറിയും കൃത്യമായി നിർണയിച്ചുകൊണ്ട് ഇത് സത്യസന്ധമാണ്, അതിനെ മുസ്ലിങ്ങൾക്ക് പിൻപറ്റാവുന്നതാണ്, അല്ല അത് പിഴച്ചതാണ്, അതുമായി മുസ്ലിങ്ങൾ ബന്ധപ്പെടാൻ പാടില്ല എന്നും തീർച്ചപ്പെടുത്തി ഈ സമുദായത്തിന് മുമ്പിൽ കൃത്യമായി ദിശ നിർണയിച്ചു കൊടുക്കുന്ന ദൗത്യം ഇവിടെ സമസ്ത കേരള ജമിയത്ത് ഉലമ നിർവഹിക്കുന്നു. ഉഖ്റവിയായ പണ്ഡിതന്മാർ, ഞാൻ ഈ വെട്ടുപാറയിൽ വെച്ചിട്ട് പ്രത്യേകം പറയേണ്ടതില്ല, കണ്ണിയത്ത് ഉസ്താദ് മുതലുള്ള ഒരുപാട് സാത്വികരായ പണ്ഡിതന്മാരെ നമ്മുടെ ചരിത്രത്തിൽ, നമ്മുടെ പാരമ്പര്യത്തിൽ കാണാൻ സാധിക്കും. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ ഇൽമിനെ വ്യാപിപ്പിക്കുന്നതിനു വേണ്ടി ജീവിതകാലം മുഴുവൻ അധ്വാനിച്ച ഒരു പറ്റം പണ്ഡിതന്മാർ. അവർ പഠിച്ച ദീനെന്താണ്, അവർ പഠിച്ച ഇൽമെന്താണ്, ആ ഇൽമനുസരിച്ചുകൊണ്ട് സ്വയം നമുക്ക് മുമ്പിൽ ജീവിച്ചു കാണിച്ചു തന്ന മഹാരഥന്മാരാണ്. ഈ ഭൗതികമായ ലോകത്തുള്ള ഈ സർവമാന സുഖസൗകര്യങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിന്റെ ഇൽമിന്റെ പ്രചാരണത്തിനു വേണ്ടി ജീവിതകാലം മുഴുവൻ അധ്വാനിച്ച് അതിനുവേണ്ടി സമയം മാറ്റിവെച്ച ആളുകൾ. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, ഈ ഉഖ്റവിയായ പണ്ഡിതന്മാരെ വിഷയം ചർച്ച ചെയ്യപ്പെടുമ്പോഴും ആ ഉഖ്റവിയായ പണ്ഡിതന്മാരുടെ ആഹ്വാനങ്ങൾക്കും താക്കീതുകൾക്കും വിധേയമായിട്ട് മാത്രമാണ് മുസ്ലിം സമുദായം മുന്നോട്ടു പോകേണ്ടത് എന്ന് ഒരു ഭാഗത്ത് പറയുമ്പോൾ, മറുഭാഗത്ത് ആ പണ്ഡിതന്മാരെ ധിക്കരിക്കാനും അവരവഹേളിക്കാനും അവർക്കെതിരെ കേസ് കൊടുക്കാൻ പോലും രംഗത്ത് വരുന്ന പ്രവണത നമ്മുടെ സമൂഹത്തിലുണ്ടായി. ഈ മൂന്ന് വിഭാഗമാണ് നമ്മുടെ നാട്ടിൽ ദീനീ പ്രബോധനത്തിന് നേതൃത്വം കൊടുത്തത്. അവരുടെ അധ്വാനത്തിന്റെ ഫലമായിട്ടാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅ എന്ന് പറയുന്ന ഇസ്ലാമിക സമൂഹത്തിന്റെ ആധികാരികമായ ആദർശമനുസരിച്ചുകൊണ്ട് കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങൾക്കും ഇന്നും അഭിമാനത്തോടുകൂടി ജീവിക്കാൻ കഴിയുന്ന അവസ്ഥയുണ്ടായത്. എന്നാൽ ആ സാദാത്തുക്കളുടെയും സൂഫി വര്യന്മാരുടെയും ഉഖ്റവിയായ പണ്ഡിതന്മാരുടെയും മൂന്ന് വിഭാഗവും ഒരുമിച്ച് ചേരുന്ന ഒരു വേദി ഇന്ന് കേരളത്തിലുണ്ടെങ്കിൽ അത് സമസ്ത കേരള ജമിയത്തിലോ മാത്രമാണ്. നമ്മൾ സംഘടനാ വേദി ആയതുകൊണ്ട് പറഞ്ഞ് ഒപ്പിച്ചിട്ട് ഇങ്ങനെ നിങ്ങളെ മുമ്പിൽ ഉരുട്ടിത്തരികയല്ല. നിങ്ങൾക്ക് സ്വയം നിഷ്പക്ഷമായിട്ട് അന്വേഷിച്ചാൽ അറിയാം. ദീനുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലെ മുസ്ലിം സമൂഹത്തിനിടയിൽ ആധികാരികമായി സംസാരിക്കാൻ തന്റെ ഇടമുള്ള ആർജവമുള്ള ഒരു നേതൃത്വം ഏത് എന്ന ചോദ്യത്തിനുത്തരം അത് സമസ്ത കേരള ജമിയത്തിലോ മാത്രമാണ്. നേരത്തെ ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞല്ലോ,
ഓരോരുത്തർ ഇസ്ലാമിന്റെ പേരിൽ പുതിയ പുതിയ വാദങ്ങളും പുതിയ സ്വയം ഇജിത്തിന്റെ വലിയ വലിയ അപകടിക്കുകയാണ്, വലിയ വലിയ അപകടങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരും സ്വന്തം ഇസ്ലാമിനെ പഠിക്കാനും ഗവേഷണം നടത്താനുമാണ് രംഗത്ത് വരുന്നത്. എന്നാൽ നമ്മുടെ പാരമ്പര്യം എന്താണ്? നമുക്കിവിടെ വലിയ മഹിതമായൊരു പാരമ്പര്യമുണ്ട്. അത് തലമുറകളായി കൈമാറ്റം ചെയ്യപ്പെട്ടു വന്നിട്ടുള്ള ദീനിൽ ഒരു കുറ്റിച്ചേർക്കലുകൾക്കോ ഭേദഗതികൾക്കോ ഒന്നും അധികാരമില്ലാത്ത വിധം പ്രാമാണികമായി ദീനിന്റെ ആ വിധിവിലക്കുകൾക്കനുസരിച്ചുകൊണ്ട് സ്വയം ജീവിക്കാനും മറ്റുള്ളവർക്ക് അങ്ങനെ ജീവിക്കാൻ പ്രേരിപ്പിക്കപ്പെടുന്ന ഒരു സംഘടനാ സംവിധാനമായിട്ട് ഇത് മാറി. ആ ദൗത്യം വളരെ ഭംഗിയായി ഇന്നിവിടെ സമസ്ത കേരള ജമിയത്ത് ഉലമ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, ഈ ദൗത്യം സമസ്ത കേരള ജമിയത്ത് ഉലമ ഇന്ന് ഭംഗിയായി നിർവഹിക്കപ്പെടുന്നതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ, നമ്മുടെ രാജ്യത്ത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഏക സിവിൽ കോഡ് പോലെയുള്ള അപകടകരമായ വാദപോല അതിനെതിരായ ഒരു നിലപാട് സ്വീകരിക്കാൻ കേരളത്തിൽ ആരാ രംഗത്ത് വന്നത്? സമസ്ത കേരള ജമിയത്ത് ഉലമയാണ്. സമസ്ത കേരള ജമിയത്ത് ഉലമയാണ്. കാരണം എന്താണ്? ദീനിന്റെ ഈ നിയമങ്ങളുമായി ബന്ധപ്പെട്ട് വ്യത്യസ്ത അഭിപ്രായക്കാരാണ് മറ്റുള്ള ആളുകളൊക്കെ. ഇവിടെ ബ്രിട്ടീഷുകാരുടെ കാലത്ത് തന്നെ ഒരു മുസ്ലിം വ്യക്തി നിയമമുണ്ട്, പരിഷ്കരണം ഏർപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരർത്ഥത്തിൽ ഇവിടത്തെ മറ്റു ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് അനുകൂലമായ വാദങ്ങൾ ഉന്നയിക്കുന്ന തിരക്കിലാണ് ഇന്ന് പലപ്പോഴും ബിദഅി പ്രസ്ഥാനങ്ങൾ പോലും. ആ ഘട്ടത്തിലും ഇസ്ലാമിക ശരീഅത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഭേദഗതിക്കും ഈ സമുദായം അനുവദിക്കില്ല എന്ന ധീരമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് അടുത്ത നവംബർ 4-ാം തീയതി മലപ്പുറത്ത് 1,00,000 പേർ പങ്കെടുക്കുന്ന വലിയൊരു ശരീഅത്ത് സംരക്ഷണ റാലിയും സമ്മേളനവും പ്രഖ്യാപിച്ചിരിക്കുന്നു സമസ്ത കേരള ജമിയത്ത് ഉലമ. ആ പരിപാടി വിജയിപ്പിക്കാൻ നിങ്ങളൊക്കെ മുന്നോട്ട് വരണമെന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. നമ്മുടെ രാജ്യം ഇന്ന് വളരെ ഭയാനകരമായ ഒരു ചുറ്റുപാടിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. ഇതുവരെ ഏക സിവിൽ കോഡ് നടപ്പാക്കണം എന്ന് പറയുന്നവരാണ് ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് ഞങ്ങൾ നടപ്പിലാക്കാൻ പോകുന്നു എന്ന ഉപാധികളാണ് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. 980കളിൽ ശരീഅത്ത് വിവാദ കാലത്ത് ഇവിടെ ഉണ്ടായ സംഭവം സുപ്രീം കോടതിയുടെ ഒരു പരാമർശത്തെ അധികരിച്ചുകൊണ്ട് ഇതിന്റെ ഇവിടെ ഭാര്യത്വം നിരോധിക്കണം, സ്ത്രീകളുടെ ഇവിടെ അനന്തരാവകാശ സ്വത്ത് തുല്യമായി വീതിക്കണം, അങ്ങനെ തുടങ്ങി പുതിയ ചില ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വരുന്ന ആളുകളാണ് ഇത്രയും കാലമുണ്ടായിരുന്നത്. എന്നാൽ ഏക സിവിൽ കോഡ് നടപ്പാക്കും ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ എന്ന് പ്രകടന പത്രികയിൽ എഴുതി വെച്ച ഒരു വിഭാഗം ഇന്ന് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നു. അവർ ഏക സിവിൽ കോഡ് നടപ്പാക്കാൻ ആവശ്യമായ രീതിയിലുള്ള നടപടിക്രമങ്ങൾ എന്ന അഭിപ്രായങ്ങൾ ശേഖരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇങ്ങനെയുള്ള അപകടകരമായ ഒരു ഘട്ടത്തിൽ മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം നാം നമ്മുടെ വിശ്വാസവും സംസ്കാരവും മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കേണ്ട, അതിനുവേണ്ടി യാതൊരു വിട്ടുവീഴ്ചക്കും സന്നദ്ധമല്ലാതെ മുന്നോട്ട് പോകേണ്ട, ധീരതയോടുകൂടി മുന്നോട്ട് പോകേണ്ട ആ സമരത്തിന്റെ അതിജീവനത്തിനു വേണ്ടി, ഈ പ്രതിസന്ധിയുടെ അതിജീവനത്തിനു വേണ്ടി അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കേണ്ട ഒരു സന്ദർഭത്തിൽ കൂടിയാണ് നമ്മൾ ഇന്ന് മുന്നോട്ട് പോകുന്നത്. മുസ്ലിം സമുദായത്തിനിടയിൽ അതിന്റെ പേരിൽ വലിയ വലിയ ഭിന്നിപ്പുണ്ടാക്കാൻ പോലും ശത്രുക്കൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ശത്രുക്കൾ ഏക സിവിൽ കോഡ് നടപ്പാക്കണമെന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുത്തലാഖ് നിരോധിക്കണം എന്നാണ്. മുത്തലാഖ് നിരോധിക്കണം. കാരണം ആ ചർച്ച നമ്മുടെ സമൂഹത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിൽ അഭിപ്രായ വ്യത്യാസമുള്ളവരാണ് മുസ്ലിം സംഘടനകളിൽ പലരും. ഈ അഭിപ്രായ വ്യത്യാസത്തിനൊന്നും യാതൊരു പഴുതുമില്ല. കാരണം മുസ്ലിം ലോകത്ത് ആധികാരികമായ 4 മദ്ഹബിനാൽ സ്ഥിരീകരിക്കപ്പെട്ട സംഗതിയാണ് ഈ മുത്തലാഖൊക്കെ. പിന്നെ അതുമായി ബന്ധപ്പെട്ട് വലിയ വിവരമില്ലാത്ത ചില ആളുകൾ ഓരോ അബദ്ധങ്ങൾ പറയുകയും ആ അബദ്ധത്തിൽ പിടിച്ചു തൂങ്ങിയിട്ട് ഇവിടുത്തെ ശത്രുക്കൾക്ക് അവസരം ഉണ്ടാക്കുകയും ചെയ്യാണ്. നമുക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് പനി പിടിച്ചിട്ട് നാളെ രാവിലെ ഡോക്ടറെ അടുത്ത് പോവാണ്.
ഡോക്ടറോട് പോയിട്ട് എന്താ പറയാ, എനിക്ക് ഇന്നലെ രാത്രി തുടങ്ങിയ പനിയാണ്. അപ്പൊ ഡോക്ടർ 2-3 ഗുളിക തരും. എന്നിട്ട് പറയും, നിങ്ങളിപ്പോ വീട്ടിൽ പറഞ്ഞ ഈ കൂട്ടും, ഉച്ചയാകുമ്പോഴേക്ക് പനി വിടുന്നില്ല എന്നുണ്ടെങ്കിൽ ഉച്ചക്ക് ഒന്നുകൂടെ കുടിച്ചോ, വൈകുന്നേരമായിട്ടും പനി വിടുന്നില്ല എന്നുണ്ടെങ്കിൽ വൈകുന്നേരം ഒന്നുകൂടെ കുടിച്ചോ. അപ്പൊ വേറെ വിളവം വന്നിട്ട് പറയാണ്, 3 കൂടി രാവിലെ കുടിച്ചാൽ മതി, 1 കുടിച്ച ഫലം തന്നെ ഉണ്ടാവുള്ളൂ. എങ്ങനെ ഉണ്ടാവും? ഈ 3 ഗുളിയും കൂടി രാവിലെ കുടിച്ചാൽ പിന്നെ അവൻ ജീവിതത്തിൽ പനി ഉണ്ടാവില്ല. കാരണം പനി ഉണ്ടാകാൻ ആ മനുഷ്യൻ ജീവിച്ചിരിക്കൂല. ഒരു കൂട്ടർ പറയാണ്, ഈ 3 ചൊല്ലിയാൽ 1 ആവുള്ളൂ എന്ന് പറഞ്ഞിട്ട് ആ രീതിയിലുള്ള വിവാദങ്ങൾ ഉണ്ടാക്കി. ഞാൻ ഒരു തർക്കത്തിലേക്ക് കിടക്കുകയല്ല. അതേപോലെയുള്ള വിവാദങ്ങൾ ഉണ്ടാക്കി സമൂഹത്തിലുള്ള ഭിന്നിപ്പുകളെ ചൂഷണം ചെയ്യാൻ വേണ്ടി ശത്രുക്കൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. രണ്ടാമത്തെ ഭാഗം, മുസ്ലിം സമുദായത്തിനിടയിൽ വ്യാപകമായി ഇന്ന് പുരുഷന്മാരൊക്കെ ഭാര്യമാരെ മുത്തലാഖ് ചൊല്ലിയിട്ട് മുസ്ലിം സ്ത്രീകളെ ഇവിടെ ആകെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്ന രീതിയിലുള്ള ഒരു പ്രചാരണം നടക്കുന്നു. ഒരു തലാഖ് തന്നെ നമ്മുടെ നാട്ടിൽ എത്ര നടക്കുന്നുണ്ട്? വളരെ അപൂർവങ്ങളിൽ അപൂർവമായി നടക്കുന്ന വിവാഹമോചനങ്ങൾ. ആ വിവാഹമോചനം എന്ന് പറയുന്നത് പലപ്പോഴും പല മതനിയമങ്ങളിൽ ഉണ്ടായിരുന്നില്ല. വിവാഹമോചനം ഒരു ദാമ്പത്യ ജീവിതത്തിൽ പലപ്പോഴും അനിവാര്യമാകുന്ന സന്ദർഭമുണ്ടായപ്പോഴാണ് ഇവിടുത്തെ മറ്റു മതവിഭാഗങ്ങൾക്കിടയിൽ നിയമങ്ങൾ പരിഷ്കരിച്ചുകൊണ്ട് വിവാഹമോചനത്തിന് നിയമങ്ങൾ ഉണ്ടാക്കി നമ്മുടെ രാജ്യത്ത്. ഇവിടെ പ്രധാനപ്പെട്ട ഒരു സമുദായം, ഞാൻ സമുദായത്തിന്റെ പേരൊന്നും പറഞ്ഞില്ല, പ്രധാനപ്പെട്ട ഒരു സമുദായത്തിൽ അവരുടെ മതവിശ്വാസം അനുസരിച്ച് വിവാഹമോചനം പാടില്ലായിരുന്നു. വിവാഹമോചനം പാടില്ല മതനിയമം അനുസരിച്ച്. എന്നിട്ട് ആ സമുദായവുമായി ബന്ധപ്പെട്ട ഇടക്കിടക്ക് ചില വാർത്തകൾ വരും. ഭാര്യയും ഭർത്താവും തമ്മിൽ യാതൊരു സുഖവുമില്ല, എന്നാ ഒഴിവാക്കാൻ പറ്റുമോ? കാരണം മതപരമായിട്ട് അംഗീകരിക്കണില്ല. അങ്ങനെ അത്തരം കുടുംബങ്ങളിൽ നിന്ന് പഴയ കാലങ്ങളിൽ കേട്ടിരുന്ന പ്രധാനപ്പെട്ട ഒരു വാർത്ത, ഗ്യാസ് പൊട്ടിയിട്ട് ഭാര്യ മരിച്ചു. വാർത്ത എങ്ങനെ വരിക? അടുക്കളയിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചു, ഭാര്യ മരിച്ചു. കാരണം തലാഖ് എല്ലാം വേറെ വഴിയില്ല. ഇത്തരം വാർത്തകൾ വന്നിരുന്ന ഒരു സമുദായത്തിലാണ് കഴിഞ്ഞ 2 വർഷം മുമ്പ് ആ സമുദായം തന്നെ കൂടി തീരുമാനമെടുത്ത് വിവാഹമോചനം നടത്താൻ ആവശ്യമായ ഒരു നിയമനിർമ്മാണം ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് അവർക്കിടയിൽ വ്യക്തി നിയമം പരിഷ്കരിച്ചു. എന്നിട്ട് വിവാഹമോചനത്തിന് അവസരമില്ലാതിരുന്നൊരു സമുദായം വിവാഹമോചനത്തിന് അവസരം തേടി നിയമനിർമ്മാണം നടത്തിയിട്ട് വിവാഹമോചനത്തിനുള്ള അവസരം ഉണ്ടാക്കിയ രാജ്യമാണ് ഇന്ത്യ രാജ്യം. അവിടെയാണ് മുസ്ലിം സമുദായത്തിൽ ത്വലാഖ് ചെല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞ കാര്യം വിവിധങ്ങളായ ഘട്ടങ്ങൾ പൂർത്തീകരിച്ച്, നമുക്കൊക്കെ അതിനെക്കുറിച്ച് നല്ല ധാരണയുള്ള ആളുകളാണ്. ഒരു ഭർത്താവ് ഭാര്യയെ ത്വലാഖ് ചെല്ലണമെങ്കിൽ അതിന് വിവിധങ്ങളായ ഘട്ടങ്ങൾ പൂർത്തീകരിക്കുമ്പോഴാണ് ഒരു ത്വലാഖെങ്കിലും ചെല്ലുന്നത്. അനിവാര്യമായ ഘട്ടങ്ങളിൽ കുടുംബബന്ധം ഒരുമിച്ച് മുന്നോട്ട് പോകാൻ, ദാമ്പത്യബന്ധം മുന്നോട്ട് പോകാൻ സാധ്യമല്ലെന്ന ഒരു അവസ്ഥ വരുമ്പോ പിന്നീടും തിരിച്ചെടുക്കാൻ അവസരം സൃഷ്ടിച്ചുകൊണ്ടുള്ള ചില വഴികളാണ് സത്യത്തിൽ ഇസ്ലാമിക ശരീഅത്ത് അനുവദിച്ചു കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ ഈ വിവാഹമോചനത്തെ വളരെ വ്യാപകമായി തെറ്റിദ്ധരിപ്പിക്കുന്നു. മുസ്ലിം സമുദായത്തിൽ വ്യാപകമായിട്ട് ഇങ്ങനെ ത്വലാഖ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു, 2, 3, 4 പെണ്ണ് കെട്ടിക്കൊണ്ടിരിക്കുന്നു, മുസ്ലിം സ്ത്രീകൾ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന രീതിയിൽ വ്യാപകമായ പ്രചാരണങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നു. സത്യത്തിൽ ബഹുഭാര്യത്വം ഇതേപോലെ പ്രചാരണം വേറെ നടക്കുന്നു. ബഹുഭാര്യത്വം മുസ്ലിം സമുദായത്തിന് അനുവദനീയമാണ്. ആർക്കും നിർബന്ധമില്ലല്ലോ. 2 കല്യാണം കഴിക്കണമെങ്കിൽ 2 ഭാര്യയോടും തുല്യനീതിയോടുകൂടി പ്രവർത്തിക്കാൻ സ്വയം ആത്മവിശ്വാസമുള്ള ഒരുത്തനെ രണ്ടാമത്തിന് പോകേണ്ട ആവശ്യമുള്ളൂ. 3നും അങ്ങനെയാണ്, 4നും അങ്ങനെയാണ്. നമ്മുടെ നാട്ടിൽ എത്ര ബഹുഭാര്യത്വമുണ്ട്? ഒരു മഹല്ല്, ഇതിപ്പോ ഒരു മഹല്ലാണ്, ഈ വെട്ടുപാറ മഹല്ല് നിങ്ങൾ ആലോചിച്ചു നോക്കൂ, എത്ര പേർ ബഹുഭാര്യത്വം സ്വീകരിച്ചിട്ടുണ്ട്? വളരെ കുറഞ്ഞ ആളുകളെ ഉണ്ടാവുള്ളൂ. അവർക്ക് ജീവിതത്തിൽ അതിന്റെ എന്തെങ്കിലും സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ബഹുഭാര്യത്വം നിരോധിച്ചൊരു സമുദായം നമ്മുടെ രാജ്യത്തുണ്ട്. ബഹുഭാര്യത്വം നിയമം മൂലം നിരോധിച്ചൊരു സമുദായം നമ്മുടെ രാജ്യത്തുണ്ട്. ആ ബഹുഭാര്യത്വം നിരോധിക്കപ്പെട്ട സമുദായവും ബഹുഭാര്യത്വം അനുവദനീയമായ സമുദായത്തിന്റെ 2 കണക്ക് കൊടുത്ത് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ബഹുഭാര്യത്വം ഉള്ളത് മുസ്ലിങ്ങളിലല്ല, ബഹുഭാര്യത്വം നിരോധിക്കപ്പെട്ട സമുദായത്തിലാണ് ബഹുഭാര്യത്വം കൂടുതലുള്ളത്. ഇനി ബഹുഭാര്യത്വം കൂടുതലുള്ളത് മുസ്ലിങ്ങളിലാണെങ്കിൽ പോലും അത് തെറ്റൊന്നുമായിട്ട് നമുക്ക് തോന്നുന്നില്ല. പക്ഷേ ബഹുഭാര്യത്വം അനുവദനീയമായ സമുദായത്തെക്കാൾ കൂടുതൽ ബഹുഭാര്യത്വം നിരോധിക്കപ്പെട്ട സമുദായത്തിലാണ് ഇന്ന് ഏറ്റവും കൂടുതലുള്ളത്. ഇന്ത്യ രാജ്യത്തെ കണക്ക് അങ്ങനെ പറയണത്. അപ്പൊ സത്യത്തിൽ ഏക സിവിൽ കോഡിന്റെ ആളുകൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന വാദങ്ങൾ മുസ്ലിം സമുദായത്തെ ഉന്നം വെച്ചുകൊണ്ടാണെങ്കിൽ പോലും അടിസ്ഥാനപരമായി
മുസ്ലിം സമുദായത്തെ ഒരു പേര് പറഞ്ഞുകൊണ്ട് മുസ്ലിം സമുദായത്തിലെ ബഹുഭാര്യത്വം കൊണ്ട് ഇവിടെ ആർക്കും ഒരു ഇടങ്ങേറുണ്ടായിട്ടില്ല. മുസ്ലിം സമുദായത്തിലെ വിവാഹമോചനത്തിന്റെ നിയമങ്ങളെ കൊണ്ട് ഇവിടെ ആർക്കും ഒരു പ്രയാസം ഉണ്ടായിട്ടില്ല. ഒറ്റപ്പെട്ട ഏതെങ്കിലും ഒരാൾ ദുരുപയോഗം ചെയ്യുന്നു എന്നതാണ് പ്രശ്നമെങ്കിൽ അങ്ങനെ നമ്മുടെ രാജ്യത്ത് ഏതെല്ലാം നിയമങ്ങൾ ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ട്? അതിന് ഇസ്ലാമിക ശരീഅത്ത് ഉത്തരവാദിയാണോ? ഇന്ത്യയിലെ ക്രിമിനൽ നിയമം ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും ബാധകമാണ്. ഇന്ത്യയിലെ ക്രിമിനൽ നിയമം ഒരു മനുഷ്യനെ ഹിന്ദു കൊന്നാലും മുസ്ലിം കൊന്നാലും ക്രിസ്ത്യാനി കൊന്നാലും മതമല്ലാത്തവൻ കൊന്നാലും കോടതിയിൽ 4 ആൾക്ക് ഒരേ ശിക്ഷയാണ്. കാരണം എന്താണ്? ഈ രാജ്യത്തെ മുഴുവൻ ക്രിമിനൽ നിയമങ്ങൾ രാജ്യത്തെ മുഴുവൻ ആളുകൾക്കും ഒരേപോലെയാണ്. എന്നാൽ സിവിൽ നിയമവും 95% അങ്ങനെ തന്നെയാണ്. പിന്നെ നമുക്ക് നമ്മുടെ വിശ്വാസം അനുസരിച്ച് മതനിയമം അനുസരിച്ചുകൊണ്ട് ജീവിക്കാനുള്ള രാജ്യത്തിന്റെ മതപരമായ മൗലിക അവകാശം അനുസരിച്ച് മതത്തിന്റെ സ്വാതന്ത്ര്യം അനുസരിച്ചുകൊണ്ടുള്ള ജീവിക്കാനുള്ള അവകാശത്തിനു വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ സ്ത്രീകളുടെ സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട് വലിയ വിവാദം ഉണ്ടാകുന്നു. മുസ്ലിം സ്ത്രീകൾക്ക് യാതൊരു നീതിയും കിട്ടുന്നില്ല. അവരുടെ സ്വത്ത് ഓഹരി വെക്കുന്ന സമയത്ത് ആണിന്റെ പകുതി ആ പെണ്ണിന് കൊടുക്കുന്നത് ഈ പെണ്ണിനോടുള്ള വിവേചനമാണത്. ഈ പെണ്ണിനോടുള്ള വിവേചനമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇസ്ലാമിക സമൂഹത്തിലെ ഒരു സ്ത്രീയുടെ സ്ഥാനം എന്താണ്? ഒരു സ്ത്രീയുടെ സ്ഥാനം എന്താണ്? ആ സ്ത്രീ എല്ലാ സമയത്തും രക്ഷാകർതൃത്വത്തിന് കീഴിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സ്ത്രീയെ വിദ്യാഭ്യാസം കൊടുക്കേണ്ടത്, ആ സ്ത്രീക്ക് പെൺകുട്ടിക്ക് വിദ്യാഭ്യാസം കൊടുക്കേണ്ടത്, വളർത്തേണ്ടത്, കല്യാണം കഴിച്ചു കൊടുക്കേണ്ടത് ഇതെല്ലാം ആരാണ്? ഈ സ്ത്രീയുടെ, ഈ കുഞ്ഞിന്റെ, ഈ പെൺകുട്ടിയുടെ രക്ഷിതാവ് നിർവഹിക്കണമെന്ന് മതം പഠിപ്പിക്കുന്നു. മകളാണല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെ ചെയ്യുന്നല്ലോ. ഇവിടെ ഇപ്പോ ഒരു പക്ഷെ അങ്ങനെ പഠിപ്പിക്കാത്ത ആ ഒരു അങ്ങനെ ഒരു മതപരമായ നിർദ്ദേശമില്ലാത്ത സമുദായത്തിൽപ്പെട്ട ആളുകൾ മക്കളെ വിദ്യാഭ്യാസം ചെയ്യിപ്പിക്കുന്നുണ്ടാവും. അത് അവരുടെ മതപരമായ ശാസനം അനുസരിച്ചൊന്നുമല്ല. ഒരു നാട്ടുനടപ്പനുസരിച്ച് ചില ആളുകൾ പഠിപ്പിക്കും, ചില ആളുകൾ പഠിപ്പിക്കൂല. ചില ആളുകൾ എന്ത് ചെയ്യും? ഏകദേശം ഇങ്ങനെ വളർന്നു വലുതാവും, ഒരു 10-18 വയസ്സ് വരെ ഇങ്ങനെ ഉന്തിക്കൊണ്ടുപോകും. പിന്നെ ആരെങ്കിലും പ്രണയിച്ച് ആരെങ്കിലും തട്ടിക്കൊണ്ടുപോകുന്നതിനും പ്രയാസമില്ല. ഏത് മതക്കാരനും പ്രേമിച്ചു കൊണ്ടുപോകുന്ന പ്രശ്നമില്ല. കാരണം എന്താണ്? മതപരമായിട്ട് മക്കളെ ഒരു ചിട്ടയോടുകൂടി വളർത്തണമെന്നും അവർക്കൊരു മതശാസനയില്ല. എന്നാൽ ഈ പെൺകുട്ടിക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒരുക്കിക്കൊടുത്ത് യോജിച്ചൊരു ഭർത്താവിന് ഏൽപ്പിച്ചു കൊടുക്കുന്നവരെ ഈ രക്ഷിതാവിന്റെ ഉത്തരവാദിത്തമാണ്. ഇനി ഭർത്താവിന്റെ അടുത്തെത്തിയാലോ ഈ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിന്റെ കയ്യിൽ 5 കാശില്ല. ഭർത്താവിന്റെ കയ്യിൽ 5 കാശില്ല, വേണ്ടത്ര വരുമാനമൊന്നുമില്ല. ഭാര്യ വലിയ സാമ്പത്തിക ശേഷിയുള്ള ആളാണ്. എന്നാലോ ഈ ഭാര്യയുടെ മുഴുവൻ സാമ്പത്തികമായ സൗകര്യങ്ങളും ചെലവും എല്ലാം വഹിക്കാൻ ഭർത്താവ് ബാധ്യസ്ഥനല്ലേ? ഭാര്യ അത്യാവശ്യം സാമ്പത്തിക ശേഷിയുള്ള ആളാണ്. പക്ഷേ ഈ ഭർത്താവ് ഈ ഭാര്യയുടെ അനുമതിയില്ലാതെ 1 രൂപ പോലും ഈ ഭാര്യയുടെ എടുക്കാൻ ഭർത്താവിന് അവകാശമില്ല. അത്രയും വലിയ ഒരു സുരക്ഷിതമായ, സ്ത്രീകൾക്ക് സുരക്ഷിതമായ ഒരു സംവിധാനം ഇവിടെ ഏത് മതമാണ് കൊണ്ടുവന്നിട്ടുള്ളത്? ഒരു ഉദാഹരണം മാത്രം ഞാൻ പറയാം. ഇന്ത്യൻ പ്രസിഡന്റ് എന്ന് പറഞ്ഞ ആരാണ്? ഇന്ത്യയിലെ പ്രഥമ പൗരനാണ്. ഇന്ത്യ രാജ്യത്തെ കരസേനയുടെ, നാവികസേനയുടെ, വ്യോമസേനയുടെ, ഈ രാജ്യത്തിന്റെ മുഴുവൻ പ്രഥമ പൗരനാണ്. ഇതിന്റെ എല്ലാം അധികാരം ഇന്ത്യൻ പ്രസിഡന്റിനാണ്. എല്ലാത്തിന്റെ അധികാരം ഇന്ത്യൻ പ്രസിഡന്റിനാണ്. ഈ രാജ്യത്തിന്റെ പ്രഥമ പൗരൻ എന്നാണ് രാജ്യത്തിന്റെ പ്രസിഡന്റിനെ കുറിച്ച് പറയാറുള്ളത്. എന്നാൽ നമ്മുടെ നാട്ടിൽ ഒരു കുട്ടി പഠിച്ചു വളർന്ന് കോളേജിൽ പോയി അവന് IT മേഖലയിലൊക്കെ പഠനം നടത്തി വലിയ ബിരുദവും ബിരുദാനന്തരമൊക്കെ സ്വീകരിച്ച് ഈ ചെറുപ്പക്കാരന് നല്ലൊരു IT വിദഗ്ധനായിട്ട് ഏതെങ്കിലും വലിയൊരു കമ്പനിയിൽ ജോലി കിട്ടി. ഈ കമ്പനിയിൽ ജോലി കിട്ടിയ ഈ ചെറുപ്പക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇവന് 3-4 ലക്ഷം രൂപ ശമ്പളമാണ്. ഈ ചെറുപ്പക്കാരൻ 3-4 ലക്ഷം രൂപ മാസം ശമ്പളമാകും. എന്നാൽ ഈ IT വിദഗ്ധന്റെ 4% പോലും, 4 ഭാഗം പോലും ഇന്ത്യൻ പ്രസിഡന്റിന് ശമ്പളമല്ല. അങ്ങനെ ആയാൻ പാടില്ലല്ലോ. കാരണം ഇവിടെ ഈ പ്രധാനമന്ത്രിക്ക് മുകളിൽ, മന്ത്രിമാർക്ക് മുകളിൽ, MP-മാർക്ക് മുകളിൽ, സാധാരണ പൗരന്മാർക്ക് മുകളിൽ രാജ്യത്തെ പ്രഥമ പൗരൻ എന്നാണ് പ്രസിഡന്റിനെ കുറിച്ച് പറയാറുള്ളത്. അഥവാ ഈ രാജ്യത്ത് എല്ലാവർക്കും കിട്ടുന്ന ശമ്പളത്തേക്കാൾ, എല്ലാവർക്കും കിട്ടുന്ന ആനുകൂല്യങ്ങൾ, ഇതിനൊക്കെ മുകളിൽ എത്തേണ്ട ആളാണ് ഇന്ത്യയുടെ പ്രസിഡന്റ്. പക്ഷേ ഇവിടെ ഒരു സാധാരണ വിദ്യാസമ്പന്നനായ ചെറുപ്പക്കാരൻ വാങ്ങുന്ന ശമ്പളത്തിന്റെ 4 ഭാഗം മാത്രമേ ഇന്ത്യൻ പ്രസിഡന്റ് ശമ്പളമുള്ളൂ.
പക്ഷേ ഇന്ത്യൻ പ്രസിഡന്റിന്റെ ഭക്ഷണം സർക്കാർ വഹിക്കണം, വസ്ത്രം സർക്കാർ വഹിക്കണം, ചികിത്സ സർക്കാർ വഹിക്കണം, യാത്ര സർക്കാർ വഹിക്കണം, താമസം സർക്കാർ വഹിക്കണം, അയാളുടെ ജീവിത ചെലവ് മുഴുവനും സർക്കാർ വഹിക്കണം. ഇതിന് സമാനമായൊരു ബഹുമതിയും ബഹുമാനമല്ലേ ഒരു മുസ്ലിം സ്ത്രീക്ക് ഈ സമുദായം പരിശുദ്ധ ദീൻ വകവെച്ചു കൊടുത്തത്? ആ സ്ത്രീയുടെ ചികിത്സ ഭർത്താവോ പിതാവോ ഉത്തരവാദപ്പെട്ട രക്ഷാകർത്തിയാവ് ഏത് സമയം നിർവഹിച്ചിരിക്കണം. വസ്ത്രം, ഭക്ഷണം, താമസം, ഏത് കാര്യവും നിർവഹിച്ചിരിക്കണം. എന്നിട്ട് ഈ സഹോദരിക്ക് കിട്ടുന്ന സ്വത്തവകാശമാണെങ്കിലോ സ്വന്തമായി മുതലാണെങ്കിലോ ഈ സ്ത്രീയുടെ സ്വാതന്ത്ര്യം ഉപയോഗിച്ചിട്ട് ചെലവഴിക്കാം. ഇതിന് സമാനമായി സ്ത്രീക്ക് സ്വാതന്ത്ര്യവും സ്വത്തവകാശവും നീതിയും നൽകുന്ന മറ്റേതൊരു പ്രത്യയശാസ്ത്രമാണ്, ഏതൊരു ആശയമാണ്, ഏതൊരു മതമാണ് നമ്മുടെ സമൂഹത്തിലുള്ളത്? ഇങ്ങനെയുള്ള യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടായിരിക്കെ ഇസ്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 3-4 പൊണ്ണെട്ടുന്ന ഒരു ഏർപ്പാട്, എന്നിട്ട് ആവശ്യം കഴിഞ്ഞാൽ വലിച്ചെറിയ, ഒരുപാട് സ്ത്രീകളെ പീഡിപ്പിക്കുക, സ്ത്രീകൾക്ക് വീതി വെക്കുന്ന സമയത്ത് അതൊക്കെ പകുതിയും കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ഇതിൽ വിവാഹമോചനം, ആവശ്യത്തിന് കല്യാണം കഴിക്കുക, പിന്നെ തൊലാക്ക് ചെല്ലുക, പിന്നെ അങ്ങനെ പീഡിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുസ്ലിം സമുദായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനൊരു വിഭാഗമാണ് എന്ന് വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുന്ന രീതിയാണ് നമ്മുടെ നാട്ടിലുള്ളത്. അതുകൊണ്ട് ഏക സിവിൽ കോഡ് വേണം. ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് ഇസ്ലാമിക സമൂഹത്തിലെ സ്ത്രീയോടുള്ള സമീപനം, കുടുംബ സംവിധാനം, വിവാഹം, വിവാഹമോചനം പോലെയുള്ള കാര്യങ്ങൾ നമ്മൾ നമ്മുടെ സമൂഹത്തിൽ വ്യാപകമായി പ്രചരിപ്പിച്ച് അത് ബോധ്യപ്പെടുത്തി കൊടുത്ത് സത്യസന്ധമായി ഇസ്ലാമിനെ ഒരിക്കൽ കൂടി ഇത്തരം വിഷയങ്ങൾ പ്രബോധനം ചെയ്യാനുള്ള ഒരു അവസരമാക്കിയിട്ടാണ് ഇത്തരത്തിലുള്ള വിവാദങ്ങളെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്, നമ്മൾ ഏറ്റെടുക്കേണ്ടത്. ദീൻ പറഞ്ഞു കൊടുക്കാൻ ഒരു പുതിയ അവസരമാണ് കിട്ടിയിട്ടുള്ളത്. ഏകസ്വി കോഡ് എന്ന ഭീഷണിയോ നരേന്ദ്രമോദി രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നോ ഇനി സമുദായത്തെ മൊത്തം ഇവിടെ പിടിച്ചിട്ട് പാകിസ്ഥാനിലേക്ക് പുറത്താക്കുന്നുണ്ടെന്ന് പറഞ്ഞാലോ അതൊന്നും മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഭീഷണിയല്ല. കാരണം ഇതിനേക്കാൾ വലുത് ഈ സമുദായത്തിലുണ്ടായതാണ്. ഇതിനേക്കാൾ വലിയ നിരോധനങ്ങൾ ഈ സമുദായത്തിന്റെ ചരിത്രത്തിലുണ്ട്. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വിശ്വാസവും സംസ്കാരവും മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കണം. ആ ആദർശം ആർക്ക് മുമ്പിലും ആ അന്തസ്സോടുകൂടി പറയാനുള്ള ഈമാനികമായ ഊർജം നമുക്ക് സംഭരിക്കാൻ സാധിക്കണം. ആ ഈമാനികമായ ഊർജം നമുക്ക് സംഭരിക്കാൻ സാധിക്കണമെങ്കിൽ അള്ളാഹുവിന്റെ വിശുദ്ധമായ ദീനിന്റെ ഹിദമത്തിലായി നമുക്ക് എല്ലാ സമയവും ചെലവഴിക്കാൻ സാധിക്കണം. നമ്മുടെ സംഘടനാ പ്രവർത്തനം, നമ്മുടെ പ്രാസ്ഥാനികമായ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ ആരുടെയും ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടല്ല. ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടി ആരെങ്കിലും സംഘടനാ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് അവന്റെ നാശത്തിനാണ് എന്ന് മാത്രം കണ്ടാൽ മതി. ദീനിനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. നമ്മൾ ആരെയും ഒരു സഹായം ഇല്ലെങ്കിലും ആ പരിശുദ്ധമായ ദീൻ നിലനിൽക്കും. പക്ഷേ നമുക്കതിൽ നമ്മുടേതായ റോള് വഹിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അതിന്റെ പ്രതിഫലം നാളെ റബ്ബിന്റെ കോടതിയിൽ കിട്ടും. അതിൻ്റെതായ അനുഗ്രഹം ഈ ദുനിയാവിൽ നിന്ന് നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. ഇത് നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ബാധ്യതയാണ്. അതുകൊണ്ട് ദീനിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശത്രുക്കൾ വന്നാലും, ബിദഈ പ്രസ്ഥാനങ്ങൾ വന്നാലും, വിഘടിത സംഘടനകൾ വന്നാലും, നമ്മുടെ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വന്നാലും, ആശയക്കുഴപ്പമുണ്ടാക്കാൻ വന്നാലും അവിടെയെല്ലാം ഇഹ്ദിന സിറാത്തൽ മുസ്തഖീമിന്റെ ആ വഴികളെ, ചൊവ്വായ വഴികളെ സ്വീകരിച്ച ഒരു വിഭാഗമാണ് നാം എന്ന ആത്മവിശ്വാസത്തോടുകൂടി നാം അതിൽ അടിയുറച്ചു നിൽക്കാനും മറ്റുള്ളവരെ അത് നിലനിർത്താൻ ആവശ്യമായ പരിശ്രമം നടത്താൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ആ പരിശുദ്ധമായ ദീനിന്റെ ആ സന്മാർഗം, ആ ഹിദായത്ത് അത് ലഭിച്ചു എന്ന് ആത്മവിശ്വാസമുള്ളവരാണ് നമ്മൾ. അത് ജീവിതത്തിലുടനീളം നിലനിർത്താൻ സാധിക്കണം. ആ വഴികളിലൂടെ തന്നെ ജീവിച്ചുകൊണ്ട് അവസാനം നമ്മുടെ പൂർവ്വസൂരികളായ ആളുകൾ ഈ ലോകത്തോട് വിട പറഞ്ഞതുപോലെ ശുദ്ധമായി അക്ഷരശുദ്ധിയോടുകൂടി സ്വയബോധത്തോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ചുകൊണ്ട് മരണപ്പെടാൻ സാധിക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അവിടെ മാത്രമാണ് നമ്മുടെ ഈ സംഘടനാ പ്രവർത്തനത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യമെന്ന് പറയുന്നത്. ഇവിടെ ഉസ്താദ് സമദ് ഫൈസി പറഞ്ഞു നമ്മളുമായി ബന്ധപ്പെട്ട ചില രോഗങ്ങളെക്കുറിച്ചും പ്രശ്നങ്ങളെക്കുറിച്ചും. ഞാൻ അത് പറഞ്ഞപ്പോ പലപ്പോഴും ഇത് മറ്റൊരാളോട് പറയേണ്ടി വരുമ്പോഴും എന്നോടാരെങ്കിലും ചോദിക്കുമ്പോഴൊക്കെ ഞാൻ ഓർക്കുന്നൊരു സംഗതി, എന്റെ ഒരു സുഹൃത്ത് 1-2 മാസം മുമ്പ് ഒരു കഥ പറഞ്ഞു. ഒരു രോഗിയാണ്. ആ രോഗി ഒരുപാട് ചികിത്സകൾ നടത്തി. ആ രോഗം വേണ്ടത്ര ഭേദമാകാതെ വന്നപ്പോ
അദ്ദേഹത്തെ ഒരാൾ ഉപദേശിച്ചു, നിങ്ങളൊരു കാര്യം ചെയ്തോ, കുറെ മരുന്നൊക്കെ കുടിച്ചാലേ, കുറെ ചികിത്സ ഒക്കെ നടത്തിയല്ലേ, ഒന്ന് അത്തിപ്പറ്റ ഉസ്താദിന്റെ അടുത്ത് പോയി നോക്കിയാൽ എന്തെങ്കിലും വഴി പറഞ്ഞിരുന്നു. അപ്പൊ ഇയാൾ അത്തിപ്പറ്റ ഉസ്താദിനും തെരഞ്ഞു പോയി. ഉസ്താദിന്റെ അടുത്ത് പോണെന്തിനാണ്? ഇയാള് രോഗം വന്ന് കുറെ കാലമായി ചികിത്സ നടത്തി, ചികിത്സ കൊണ്ട് രോഗം ഏറെക്കുറെയൊക്കെ ഭേദമായിട്ടുണ്ട്. പക്ഷെ ഒരു പൂർണ്ണമായ ഒരു ശമനം കിട്ടിയിട്ടില്ല. അപ്പൊ ആ പൂർണ്ണമായ ശമനത്തിനൊരു മാർഗം തേടിയിട്ട് ഇദ്ദേഹം അത്തിപ്പറ്റ ഉസ്താദിന്റെ അടുത്ത് വന്നു. അപ്പൊ അതിനു വേണ്ടി ചെല്ലുന്ന ഒരാൾ ഉസ്താദിനടുത്ത് ചെല്ലുമ്പോൾ അവിടുന്ന് പ്രതീക്ഷിക്കുന്നത് എന്താണ്? ഈ രോഗം പൂർണ്ണമായിട്ട് ശമനം കിട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ഒറ്റമൂലി ഉസ്താദ് പറഞ്ഞു തരും. ഇതാണല്ലോ പ്രതീക്ഷിക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ അവിടെ അവതരിപ്പിച്ച ഉസ്താദ് പറഞ്ഞു, അൽഹംദുലില്ലാ അൽഹംദുലില്ലാ, രോഗം വേണം അപ്പോഴേ അള്ളാഹ്ന് ഓർമ്മ ഉണ്ടാവുള്ളൂ. രോഗം വേണം അപ്പോഴേ അള്ളാഹ്ന് ഓർമ്മ ഉണ്ടാവുള്ളൂ. നമ്മൾ മനസ്സിലാക്കണം, ഒരു മനുഷ്യന് അങ്ങനെ പറയാൻ കഴിയുന്നൊരു മനസ്സുണ്ടാവുക എന്ന് പറയുന്നത് അത് അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയൊരു നിയമത്താണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. രോഗമുണ്ടാകുമ്പോഴേക്ക് ഒരു കഷ്ടകാലം, നമ്മൾ അങ്ങനെയാണല്ലോ, നമ്മുടെ ഭാഷ അങ്ങനെയാണ്, ഇങ്ങനത്തെ ഒരു കഷ്ടകാലം ഉണ്ടായിട്ടില്ല, ഇങ്ങനത്തെ ഒരു അരങ്ങേട് പിടിച്ച കാലം ഉണ്ടായിട്ടില്ല. നമ്മളെക്കാൾ എത്രയോ രോഗമുള്ള ആളുകൾ, ബോധമില്ലാതെ വർഷങ്ങളോളം കിടക്കുന്ന ആളുകൾ, ക്യാൻസർ വാർഡിൽ കിടക്കുന്ന ആളുകൾ, മാസങ്ങളോളം വർഷങ്ങളോളം ഡയാലിസ് ചെയ്തുകൊണ്ട് നടക്കും. ആ അസുഖമൊന്നും നമുക്കില്ല, ആ പ്രയാസമൊന്നും നമുക്കില്ല. അപ്പൊ എന്തെങ്കിലും ചെറുതുണ്ടാകുമ്പോഴേക്ക്, ഒരു അസ്വസ്ഥത ഉണ്ടാകുമ്പോഴേക്ക് ഇങ്ങനത്തെ ഒരു കഷ്ടകാലം വന്നിട്ടില്ല, ഒക്കെ കൂടെ ഒന്നിച്ചാ വന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അള്ളാഹു നൽകിയിട്ടുള്ള നിയമത്തുകളെ അനുഗ്രഹങ്ങളെയൊക്കെ വളരെ ധിക്കാരപൂർവ്വം സമീപിക്കുന്ന ഒരു പ്രവണത നമ്മുടെ സമൂഹത്തിലുണ്ട്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, ഒരു രോഗം വരുമ്പോഴേക്ക്, ഒരു പ്രതിസന്ധി വരുമ്പോഴേക്ക്, ഒരു പ്രയാസങ്ങൾ വരുമ്പോഴേക്ക് അത് അള്ളാഹുവിനെ ഓർക്കാനുള്ള ഒരു കാരണമായി പഠിപ്പിച്ചു തരുന്ന ഗുരുവര്യന്മാരാണ് നമുക്ക് ഈ സമൂഹത്തിന് നേതൃത്വം കൊടുക്കുന്നത്. അതുകൊണ്ട് ഏകസുവിൽ കോഡ് വരുന്നുണ്ടെന്ന് പറഞ്ഞാലും, മോഡിത എല്ലാവരെയും കൊല്ലാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും, അതൊക്കെ നമുക്ക് കൂടുതൽ കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കാനും ദീനിന്റെ ഖിദ്മത്തിനു വേണ്ടി കൂടുതൽ കൂടുതൽ പ്രവർത്തിക്കാനുമുള്ള പ്രേരണയായിട്ടാണ് നമ്മൾ ഇതിനെ മാറ്റേണ്ടത്. ഈ ദീനിനെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ, ഈ പരിശുദ്ധമായ ശരീഅത്ത് നിലനിർത്തുന്ന കാര്യത്തിൽ നമ്മൾ ആരും ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും ഇത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കും, യാതൊരു സംശയവും വേണ്ട. പക്ഷേ ഈ ഭൂമിയിൽ നമ്മളൊക്കെ ജീവിച്ചു മരണപ്പെട്ടു പോയി എന്നതിന്റെ തെളിവുണ്ടാകണമെങ്കിൽ നമ്മൾ ഈ ദീനീ സേവന കാര്യങ്ങളിലൊക്കെ പങ്കാളിത്തം വഹിക്കണമെന്നാണ്. ആ പങ്കാളിത്തം വഹിക്കുന്നത് വ്യത്യസ്തമായ രീതിയിലാണ്. നമ്മുടെ പള്ളികൾ സംരക്ഷിക്കാൻ നമുക്ക് സാധിക്കണം, മദ്രസകൾ സംരക്ഷിക്കാൻ സാധിക്കണം. പള്ളി മദ്രസകൾ മാത്രമല്ല ദീനീ പ്രവർത്തനങ്ങൾ. എനിക്ക് എന്റെ കുടുംബത്തിലെ ഓരോ അംഗങ്ങളുടെ കാര്യത്തിലുള്ള ദീനീ കാര്യങ്ങളിൽ എനിക്ക് ശ്രദ്ധിക്കാൻ സാധിക്കണം. എനിക്ക് എന്റെ മക്കളുടെ ദീനീ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ സാധിക്കണം. എന്റെ ഭാര്യയുടെ ദീനീയായ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ സാധിക്കണം. അതിൽ കുറവുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ സാധിക്കണം. ഒരു രക്ഷിതാവ് എന്ന നിലയിൽ, ഒരു ഭർത്താവ് എന്ന നിലയിൽ, ഒരു ജ്യേഷ്ഠൻ എന്ന നിലയിൽ അല്ല, ഞാൻ ഒരു സാധാരണക്കാരനായ ഒരു മുസ്ലിം എന്ന നിലയിലെങ്കിലും നമുക്ക് നമ്മുടേതായ ദീനീ പ്രബോധന ദൗത്യത്തിൽ വലിയ പങ്കാളിത്തം ഉണ്ടാകാൻ സാധിക്കണം. ആ അർത്ഥത്തിലുള്ള വലിയൊരു ദൗത്യമാണ് സംഘടനാ തലത്തിൽ നമുക്ക് നിർവഹിക്കാനുള്ളത്. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമ്മുടെ അടുത്ത ക്ലാസ് എടുക്കാനുള്ള ബഹുമാന്യരായ പണ്ഡിതന്മാരൊക്കെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഒരൊറ്റ കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇവിടെ ഇപ്പോ വളരെ അന്തസ്സോടുകൂടി വളരെ നല്ല രീതിയിൽ ഒരു ക്യാമ്പ് നിങ്ങൾ സംഘടിപ്പിച്ചു. വളരെ നല്ല രീതിയിലുള്ള ഒരു ക്യാമ്പ് നിങ്ങൾ സംഘടിപ്പിച്ചു. ഈ ക്യാമ്പിൽ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നു. ഒരു നല്ല മാതൃകയായി ഇവിടെ ഈ ക്യാമ്പിലേക്ക് കടന്നു വരുന്ന ഓരോരുത്തർക്കും അവരെ ആ ആതിഥ്യ മര്യാദയോടുകൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശുദ്ധമായ സുന്നത്ത് പോലെ സ്വീകരിക്കുന്ന ഒരു മഹിതമായ മാതൃകായോഗ്യമായ ഒരു ക്യാമ്പ് നമ്മൾ സംഘടിപ്പിച്ചു. നമ്മുടെ നാടിന്റെ ദീനിയ ഇസ്സത്ത് നിലനിൽക്കുവാനും അത് കൂടുതൽ ഐശ്വര്യപൂർണമാവുക എന്ന ഒരു നല്ല ലക്ഷ്യത്തിനു വേണ്ടിയിട്ടാണല്ലോ നമ്മളോട് ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ ആലോചിക്കണം, നമ്മൾ എന്തിനാണ് ഈ ദീനീ പ്രബോധന ദൗത്യ മേഖലയിലൊക്കെ കൂടുതൽ സജീവമാകുന്നേണ്ടത് എന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട അളവുകോലായിട്ട് കാണേണ്ടത്, നിങ്ങൾ ഈ ക്യാമ്പൊക്കെ കഴിഞ്ഞ് വീട്ടിലൊക്കെ പോയി ഭക്ഷണം കഴിച്ച് സ്വസ്ഥമായിട്ട് ഇങ്ങനെ വിശ്രമിക്കുന്ന സമയത്ത് ഈ വെട്ടുപാറ മഹല്ല് എന്ന് പറയുമ്പോഴേക്ക് തന്നെ ഇവിടുത്തെ കാരണവന്മാർക്കും രക്ഷിതാക്കന്മാർക്കും മുതിർന്ന ആളുകൾക്കൊക്കെ നമുക്ക് നമ്മുടെ നാടിന്റെ ഒരു പഴയകാല ചരിത്രം പെട്ടെന്ന് മനസ്സിലേക്ക് വരും. നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, ഇന്നിവിടെ +2 വരെ മദ്രസ സംവിധാനം ഉണ്ടെന്ന് പറഞ്ഞു. നല്ല ജുമാഅത്ത് പള്ളി ഉണ്ടാകും. ഇതേപോലെ മഹല്ല് നല്ല ദീനിയായ ഒരു അന്തരീക്ഷത്തിലൂടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ ഒരു പേപ്പർ എടുത്തുകൊണ്ട് ഒരു പെന്നെടുത്തിട്ട് ആ പേപ്പറിൽ ഇങ്ങനെ എഴുതുക, ഇന്ന് നമ്മുടെ നാട്ടിൽ ദീനിയായ ഒരു വിഷയം വരുമ്പോ
വളരെ അന്തസ്സോടുകൂടി ആത്മാർത്ഥമായി ഇറങ്ങിത്തിരിക്കാൻ പറ്റാവുന്ന കുറച്ച് ആളുകളുണ്ടല്ലോ ഈ നാട്ടിൽ, അവരുടെ പേരൊന്നൊരു പേപ്പറിൽ എഴുതി വെക്കുക. ആ പേപ്പറിൽ പേരൊന്ന് എഴുതി വെക്കുക. ആ പേപ്പറിൽ പേരെഴുതി വെക്കുമ്പോൾ മഹല്ല് ഭാരവാഹികൾ മുതൽ നാട്ടിലെ പ്രധാനപ്പെട്ട കാരണവന്മാർ മുതൽ പള്ളിയുടെയും മദ്രസയുടെയും എന്തെങ്കിലും കാര്യം പറയുമ്പോഴേക്ക് ഓടി വരുന്ന ഒരുപാട് ചെറുപ്പക്കാരുടെ പേരുകൾ മുതൽ വളരെ പെട്ടെന്ന് നമ്മളൊരു 10-50 പേര് പെട്ടെന്ന് എഴുതി വെക്കും. കാരണം എന്താണ്? ഇന്ന് നാട്ടിൽ നമ്മുടെ കാര്യങ്ങളെല്ലാം വളരെ സജീവമായി ദീനീ പ്രവർത്തനങ്ങളൊക്കെ വളരെ ആക്റ്റീവായിട്ട് നടക്കുന്നുണ്ട്. ഒരു 10-50 പേര് വളരെ പെട്ടെന്ന് നമുക്ക് എഴുതി പൂർത്തിയാക്കാൻ സാധിക്കും. ആ പേപ്പറൊന്നും മറച്ചു വെച്ചിട്ട് ഇങ്ങനെ ആലോചിക്കുക, ഈ ആളുകളൊന്നും അല്ലാതെ, ഈ ആളുകളൊന്നും കൂടാതെ ഒരു 5 വർഷം കഴിഞ്ഞാൽ ഇവരിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന അത്രയെങ്കിലും, അതിനേക്കാൾ കൂടുതലൊന്നും വേണ്ട, ഇവരിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന അത്രയെങ്കിലും ദീനീ പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുക്കാൻ പറ്റാവുന്ന വേറെ 50 വേണ്ട, നേർപകുതി ഒരു 25 പേര് നിങ്ങളൊന്ന് മറുഭാഗത്ത് എഴുതാൻ നോക്കൂ. ആദ്യം എഴുതിയുള്ള ഒറ്റ ഒരുത്തന്റെ പേര് എഴുതാൻ പാടില്ല. അതല്ലാതെ അടുത്ത 5 വർഷം കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഈ ദീനീ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ പറ്റാവുന്ന മറ്റൊരു 25 പേര് നിങ്ങൾ ആ പേപ്പറിന്റെ മറുഭാഗത്ത് എഴുതാൻ ശ്രമിച്ചു നോക്കുക. ആൾക്കാർക്ക് ഈ കൂട്ടത്തിലുണ്ടാവും. നമുക്കിടയിലൂടെ ജീവിക്കുന്ന ആളുകളാണ്, ചെറുപ്പക്കാരാണ്. സത്യസന്ധരായ, ദീനീബോധമുള്ള, ആത്മാർത്ഥമായി ദീനിനു വേണ്ടി ഖിദ്മത്ത് ചെയ്യാൻ തൽപരരായ ആളുകളെന്ന് നമുക്ക് സ്വയം ബോധ്യപ്പെടുന്ന മറ്റൊരു 25 പേര് നിങ്ങൾ എഴുതാൻ ശ്രമിച്ചു നോക്ക്. ആ എണ്ണം പൂർത്തീകരിക്കാൻ നിങ്ങൾക്ക് എത്ര സമയമെടുക്കുന്നോ അത്രത്തോളം ഈ വെട്ടുപാറ മഹലിന്റെ ധാർമ്മിക പ്രതിസന്ധിയുടെ ആഴമാണ് നമ്മളെ ബോധ്യപ്പെടുന്നത്. നമുക്ക് ഓരോരുത്തർക്കും സ്വയം വിലയിരുത്താവുന്ന സംഗതിയാണ്. അങ്ങനൊരു അവസ്ഥ ഇല്ലാതിരിക്കണമെങ്കിൽ പുതിയ തലമുറയിൽപ്പെട്ട ചെറുപ്പക്കാരെയും വിദ്യാർത്ഥികളെയും ഒക്കെ ആവശ്യമായ പ്രോത്സാഹനവും അംഗീകാരമൊക്കെ കൊടുത്ത് ഇതേപോലെ ഇടക്കിടക്ക് ക്യാമ്പുകളും പരിപാടികളൊക്കെ സംഘടിപ്പിച്ച് പള്ളിയുടെ കാര്യം വരുമ്പോഴും മദ്രസയുടെ കാര്യം വരുമ്പോഴും നാട്ടിലെ ദീനീ കാര്യങ്ങളൊക്കെ വരുമ്പോഴൊക്കെ അവരൊക്കെ അതിന്റെ ഓരോ പങ്കാളിത്തം കൊടുത്ത് അവരൊക്കെ അതിന്റെ പ്രവർത്തകരാക്കി മാറ്റി നിരന്തരമായി ചടുലമായി പ്രവർത്തിക്കുന്ന ഒരു പുതിയ ഒരു സംവിധാനത്തിലേക്ക് നമുക്ക് വളർന്നു വരാൻ സാധിക്കണം. ആ വളർന്നു വരാനുള്ള സംവിധാനമാണ് ഇവിടെ സുന്നി യുവജന സംഘം സജീവമാക്കുക, SKSF സജീവമാക്കുക, മദ്രസ തലങ്ങളിൽ സുന്നി ബാലവേദിയൊക്കെ രൂപീകരിക്കുക, ഇടക്കിടക്ക് സമസ്തയുടെ ആശയങ്ങളും കാഴ്ചപ്പാടുകളൊക്കെ പരിചയപ്പെടുത്താനും പങ്കുവെക്കാനും അവസരങ്ങളുണ്ടാവുക, നമ്മുടെ പത്രമാധ്യമങ്ങളൊക്കെ പരിചയപ്പെടുത്തുക, നമ്മുടെ പ്രസിദ്ധീകരണങ്ങളൊക്കെ വീട്ടിലേക്ക് വരുത്താനുള്ള സംവിധാനം ഉണ്ടാക്കുക, നമ്മുടെ പ്രഭാഷകരുടെ നല്ല നല്ല CD-കളും അതേപോലെ പ്രഭാഷണങ്ങളൊക്കെ വീടുകളിൽ പരിചയപ്പെടുത്താൻ സാധിക്കുക. അങ്ങനെ നിരന്തരം ഇത്തരത്തിലുള്ള ഒരു ദീനീ ചൈതന്യത്തിലേക്ക് നമ്മുടെ സമൂഹത്തിലെ ഓരോ തലമുറയെയും ആകർഷിക്കുന്ന രീതിയിലുള്ള പ്രവർത്തന നൈരന്തര്യം നമ്മുടെ ഭാഗത്ത് വളർന്നു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് തലമുറകൾ മാറി മാറി വന്നാലും ഈ വിശുദ്ധമായ ഈ ദീനിന്റെ സംസ്കാരവും നമ്മുടെ വ്യക്തിത്വവും ഒക്കെ നിലനിർത്തി മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു സാഹചര്യമുണ്ടാകും. ആ അർത്ഥത്തിലുള്ള ഒരു നല്ല ഭാവി കൂടി ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കാനുള്ള പ്രചോദനമായി ഈ ക്യാമ്പിനെ അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ എന്ന് കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഈ വിനീതനെ കൂടി ഉൾപ്പെടുത്തണമെന്ന് വസീത് ചെയ്യുന്നു. ബഹുമാന്യരായ ഉസ്താദുമാരൊക്കെ വളരെ പണ്ഡിതോചിതമായി ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്. നിങ്ങളെല്ലാം നമ്മുടെ സംഘടനാ പ്രവർത്തകർക്ക് വേണ്ടി, സംഘടനാ ഭാരവാഹികൾക്ക് വേണ്ടി അവരുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ ദൂരീകരിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഓരോരുത്തരും പ്രത്യേകമായി ദുആ ചെയ്യണമെന്ന് കൂടി വസീയത്ത് ചെയ്തുകൊണ്ട് വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.